കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സദൃശവാക്യങ്ങൾ 14-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം എന്ന് പറയുന്നു. അപ്പോൾ ശാന്ത മനസ്സ്, എൻ്റെ പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇപ്പോൾ ഈ ലോകത്ത് അധികം മനുഷ്യർക്കില്ലാത്തതും ഒരു ശാന്തമായ മനസ്സാണ്. കാരണം എന്തുവെന്ന് വെച്ചാൽ, നാം വെളിപ്പുറമേ നാം ആരെ നോക്കിയാലും അവർ സന്തോഷമായി അല്ലെങ്കിൽ സമാധാനമായി എല്ലാം ഉള്ളവരായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നും. നാം മാത്രമാണ് വേദന അനുഭവിക്കുന്നവർ, മറ്റുള്ളവർ സന്തോഷത്തിലിരിക്കുന്നു എന്ന് നാം വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ മനസ്സ് ഒരു ശാന്തത അന്വേഷിച്ച് അല്ലെങ്കിൽ സന്തോഷം അന്വേഷിച്ച് ഒരു സമാധാനമില്ലാതെ അലഞ്ഞു തിരിയും. അത് ഈ പറഞ്ഞതുപോലെ നമുക്കത് ഒരിക്കലും ഒരു ജീവൻ അതിലുണ്ടാകത്തില്ല. എപ്പോഴും ഒരു കുറവ്, ഒരു വേദനയോട് തന്നെ നമ്മുടെ മനസ്സിരിക്കും. പക്ഷെ ശാന്തമായ മനസ്സ് കിട്ടുന്നതിൽ ഒരു തൃപ്തി, ദൈവം നടത്തുന്ന വഴികളിൽ ഒരു തൃപ്തി, നമുക്ക് ദൈവം തന്നിരിക്കുന്നതിൽ ഒരു തൃപ്തി, അങ്ങനെ ഒരു ശാന്തമായ ഒരു മനസ്സിൻ്റെ ഉടമയായി നാം മാറുമ്പോൾ നമുക്കതൊരു ജീവനായിട്ടും മാറുന്നു. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനൊരു ആരോഗ്യമായി തിന്നാം. അടുത്ത് പറയുന്നു അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും അടുത്തവരെക്കുറിച്ച് അസൂയപ്പെട്ട് അല്ലെങ്കിൽ ദൈവം തരാത്ത കാര്യങ്ങളെക്കുറിച്ച് വേദനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒന്നുപോലെ തളർന്നു പോകുന്നു. കൈകൾക്ക് നമുക്ക് ബലമില്ലാതെ പോകുന്നു. നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ശരിക്കും നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ പറ്റാതെ തളർന്ന ഒരവസ്ഥയിൽ നാം ആയിത്തീരുന്നു. അതുകൊണ്ട് നാം എപ്പോഴും ദൈവത്തോട് ഒരു ശാന്തമായ മനസ്സ് ചോദിച്ചു വാങ്ങി ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുപ്പാൻ നാം സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിപ്പാൻ, ശാന്തതയോട് ജീവിപ്പാനുള്ള ഒരു കൃപ നീ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഒരു കടലിൻ്റെ അലകൾ അതേമേ പാഞ്ഞടിക്കുന്നത് പോലെ, തിരമാലകൾ എപ്പോഴും പൊങ്ങി ഉയരുന്നത് പോലെ മനസ്സ് ശാന്തമില്ലാതെ അങ്ങുമിങ്ങും അലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവേ, നിൻ്റെ പ്രിയ പൈതങ്ങളെ കർത്താവെ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. നീ തന്നിരിക്കുന്ന ഈ ലോക ജീവിതം ഞങ്ങൾ ശാന്തമായി ജീവിച്ച് തീർക്കുവാൻ ഞങ്ങൾ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.